ഈ സെപ്റ്റംബറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളുടെ ഇന്നേ ദിവസത്തിലെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട്, ബോക്സ് ഓഫീസ് കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തന്നെയാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ ആന്റണി വർഗീസിന്റെ ഓണച്ചിത്രമായ കൊണ്ടൽ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്ന് ശനിയാഴ്ച കളക്ഷൻ വർധന നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 2,80,00,000 മുകളിലേക്കും കേരള ഷെയർ കളക്ഷൻ 1 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലെ പരാജയം തന്നെയാണ്. അടുത്തത് ബാഡ് ബോയ്സ് കളക്ഷനാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഫെസ്റ്റിവൽ ആക്ഷൻ പാക്ഡ് എന്റർടൈനർ സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 2 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 1,80,00,000 പിന്നിട്ടിരിക്കുകയാണ്. 2 കോടി ഇനിയും ടച്ച് ചെയ്യാത്ത സിനിമ മറ്റൊരു തിയേറ്ററുകളിലെ ഓണക്കാല പരാജയ സിനിമയാണ്. അടുത്തത് ദളപതി വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ഇന്നേ ദിവസത്തിലെ കേരള ട്രാക്കിംഗ് സിനിമയുടെ ആകെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെയാണ്. ഇന്നലെ ഇതേ സമയം 90,000-ന് താഴെയായിരുന്നു സിനിമയുടെ കേരള ഗ്രോസ് എങ്കിൽ ഇന്ന് 1.5 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് അടുക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വരെയുള്ള 16 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 428 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ശനിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടതോടെ ഇന്ന് വീണ്ടും നല്ലൊരു കളക്ഷൻ വർധന പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇന്നത്തോടെ 440 കോടിക്കടുത്തേക്ക് 17 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിജയ് ചിത്രത്തിന്റെ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.